Hi all, welcome back to Florence Academy. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ധാരാളം കുട്ടികൾ ഡൗട്ട്സ് ചോദിക്കാറുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ഒരു രജിസ്റ്റേർഡ് ഒപ്റ്റോമെട്രിസ്റ്റിന് എങ്ങനെ UK രജിസ്റ്റർ ചെയ്തിട്ട് അവിടുത്തെ ജോബിനും കാര്യങ്ങൾക്കും കയറാൻ പറ്റും, അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അത് നമുക്കറിയാം, UK ഇപ്പോൾ ധാരാളം ഹെൽത്ത് കെയർ ഫീൽഡുകൾ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ കാരണം കൊണ്ട് മുമ്പത്തേക്കാൾ ഈസിയാണ് നോൺ യൂറോപ്യൻസ് അല്ലെങ്കിൽ ഇന്ത്യൻസിനൊക്കെ UK രജിസ്റ്റർ ചെയ്യാനും അതേപോലെ അവിടെ ജോബ് കണ്ടെത്തി വർക്ക് ചെയ്യാനും ലീവ് ചെയ്യാനും. ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ, ബാക്കി ഏത് മെഡിക്കൽ കോഴ്സിനും വേണ്ട പോലെ തന്നെ പ്രൈമറി ആയിട്ട് നമുക്ക് ഒരു ഒപ്റ്റോമെട്രിസ്റ്റിന് UK പോകാൻ വേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസിയാണ്. ഒപ്റ്റോമെട്രിസ്റ്റിന് പ്രസൻ്റ്ലി IELTS എക്സാമാണ് UK ഒപ്റ്റോമെട്രി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അംഗീകരിച്ചിട്ടുള്ളത്. OET നിലവിൽ അംഗീകരിച്ചിട്ടില്ല, വരും കാലങ്ങളിൽ അടുത്ത് തന്നെ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. പ്രസൻ്റ്ലി ഒപ്റ്റോമെട്രിസ്റ്റിന് IELTS ആണ് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് IELTS അക്കാഡമിക്കാണ്. നമുക്ക് ഓവറോൾ ബാൻഡ് 7 നിർബന്ധമാണ്. അതേപോലെ സ്പീക്കിങ്ങിലും സ്കോർ 7 നിർബന്ധമാണ്. ബാക്കിയുള്ള മോഡ്യൂളുകളിൽ സ്കോർ 6 വരെ കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ അതേസമയം ഓവറോൾ ബാൻഡ് എന്ത് തന്നെ നമുക്ക് ഉണ്ടാവണം, 7 തന്നെ നമുക്ക് ഓവറോൾ ബാൻഡ് ഉണ്ടാവണം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ട ആദ്യത്തെ ക്രൈറ്റീരിയ. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി നമുക്ക് തെളിയിക്കാൻ പറ്റിയാലാണ് പിന്നെ നമുക്ക് UK ജനറൽ ഒപ്റ്റോമെട്രി കൗൺസിൽ GOC അതിലത്തെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മുന്നോട്ട് പോകാൻ സാധിക്കുക. അപ്പോൾ നമുക്കറിയാം, UK ഒപ്റ്റോമെട്രി കൗൺസിൽ എന്ന് പറയുന്നത് GOC ആണ്, ജനറൽ ഒപ്റ്റിക്കൽ കൗൺസിൽ. ജനറൽ ഒപ്റ്റിക്കൽ കൗൺസിൽ GOC ആണ് UK ഒപ്റ്റോമെട്രി കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒപ്റ്റോമെട്രി കൗൺസിലാണ് ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ രജിസ്ട്രേഷൻ, അതേപോലെ ഡിസ്പെൻസിങ് ഒപ്റ്റീഷ്യൻസിൻ്റെ രജിസ്ട്രേഷൻ, ഒപ്റ്റോമെട്രി ബിസിനസ്സായിട്ടുള്ള ബിസിനസ് ഫേമുകളുടെ രജിസ്ട്രേഷൻ, അതേപോലെ അവിടുത്തെ സ്റ്റുഡൻറ്റ് ഒപ്റ്റീഷ്യൻസ് ഇവരുടെ രജിസ്ട്രേഷനൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒപ്റ്റോമെട്രി കൗൺസിലാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒപ്റ്റോമെട്രിസ്റ്റ്, അല്ലെങ്കിൽ UK അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ്, UKക്കോ സ്വിറ്റ്സർലാൻഡിനോ പുറത്ത് ഒപ്റ്റോമെട്രി ഡിഗ്രി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു നോൺ യൂറോപ്യൻ ആയിട്ടുള്ള ഒരു ഒപ്റ്റോമെട്രിസ്റ്റിനെ എങ്ങനെ UK ഒപ്റ്റോമെട്രി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഫർദർ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സോ നമുക്കറിയാം, നമ്മൾ ഏതൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പോകാനായാലും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ എന്നൊക്കെ പറയുന്നത് നമ്മുടെ UK ആ ഒരു മിനിമം സ്റ്റാൻഡേർഡ്സ് ആയിട്ട് എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഒപ്റ്റോമെട്രി കോഴ്സ് എന്ന് പറയുന്നത് മിനിമം 3 ഇയർ ഉള്ള ഒരു ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് ഈക്വാലൻ്റ് ആയിട്ടുള്ള പാർട്ട് ടൈം കോഴ്സ് ആയിരിക്കണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ഈ ഒപ്റ്റോമെട്രി പഠിച്ചിട്ടുള്ളത് ഏത് കൺട്രിയിലാണ്, ആ ഹോം കൺട്രിയിൽ നമുക്ക് ഒപ്റ്റോമെട്രി പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ഒരു 1 ഇയർ എങ്കിലും ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എക്സ്പീരിയൻസ് അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് അവർ പറയുന്നില്ലെങ്കിലും മിനിമം ഒരു 1 ഇയർ എങ്കിലും ലാസ്റ്റ് 10 ഇയേഴ്സിൽ നമുക്ക് എക്സ്പീരിയൻസ് മിനിമം ഉണ്ടെങ്കിൽ അതെപ്പോഴും നമുക്ക് നല്ലതായിരിക്കും. കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഈ കാര്യങ്ങളുടെ ഒപ്പം നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസിയും കൂടിയും ഞാൻ പറഞ്ഞുവല്ലോ. ഓവറോൾ ബാൻഡ് 7, സ്പീക്കിങ്ങിൽ 7, ബാക്കിയുള്ള മോഡ്യൂളിൽ 6 വരെ കുറഞ്ഞാലും കുഴപ്പമില്ല. ഈ ക്രൈറ്റീരിയാസ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ രജിസ്ട്രേഷന് പല സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രൂട്ടിനിയാണ്.
അതായത് ഇനീഷ്യൽ ചെക്ക് എന്ന് പറയും. ഒപ്റ്റോമെട്രി കൗൺസിൽ ഇനീഷ്യലായിട്ട് നമ്മുടെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഒക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും മിസ്സിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഈ സ്ക്രൂട്ടിനി ഫീ വരുന്നത് ഏകദേശം ഒരു 125 pounds ആണ്. ഓക്കെ, നെക്സ്റ്റ് ആ സ്ക്രൂട്ടിനി എന്നുള്ള ഒരു സ്റ്റെപ്പ് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിലത്തെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ UK സ്റ്റാൻഡേർഡ്സ് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അസസ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അത് നടത്താണ് അവർ ചെയ്യുക. അതായത് they will assess our qualifications and experience and check whether they are meeting the UK minimum standards of stage 1 and stage 2 levels. ഇനിയും അങ്ങനെ ഒന്ന് പ്രൈമറി ആയിട്ട് SS ചെയ്തിട്ട് ആ ഒരു അസസ്മെൻറ്റ് ഫീ എന്ന് പറയുന്നത് ഏകദേശം 450 pounds ആണ് അസസ്മെൻറ്റ് ഫീസ് വരുന്നത്. അപ്പോൾ അങ്ങനെ പ്രൈമറി ആയിട്ട് SS ചെയ്തതിന് ശേഷം ചിലപ്പോൾ അവർ നമ്മളെ ഓൺലൈൻ ഇൻ്റർവ്യൂവിനും നമ്മളവർ വിളിക്കും. അത് ഓൺലൈനായിട്ടാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. അത് 2 നോൺ UK SSers ആയിരിക്കും നമ്മുടെ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അവർക്ക് എന്തെങ്കിലും നമ്മുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് എന്തെങ്കിലും ക്ലിയർ അല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് ആ ഇൻ്റർവ്യൂ. മനസ്സിലായോ? അല്ലാണ്ട് ജോബ് ഇൻ്റർവ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി കോൾ ചെയ്യും, അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അവർ പറയും, നമുക്ക് ഓൺലൈനായിട്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ഇൻ്റർവ്യൂവിൻ്റെ ഔട്ട്കം നമ്മളോട് പറയും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് അവർ നമുക്ക് തരും. അപ്പോൾ നമ്മൾ UK-ലത്തെ ഒരു മിനിമം സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം, രജിസ്ട്രേഷൻ്റെ. സപ്പോസ് നമ്മൾ UK-ലത്തെ ഒരു ജനറൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നില്ല എന്നാണ് ആ ഒരു അസസ്മെൻറ്റിൻ്റെ ഫലമായിട്ട് അവർക്ക് മനസ്സിലാവുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അഡീഷണൽ ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എടുക്കേണ്ടി വരും. അപ്പോൾ അത് ഏതൊക്കെ ഫീൽഡുകളിലാണ് നമ്മൾ അഡീഷണൽ ട്രെയിനിങ് എടുക്കേണ്ടത്, അത് എത്ര നാളാണ് എടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ഓരോ കുട്ടികളോടും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവിടുത്തെ ആ ഒരു സ്റ്റാൻഡേർഡായിട്ട് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഫർദർ ആയിട്ടുള്ള അഡീഷണൽ ട്രെയിനിങ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് ഏതൊക്കെ ഫീൽഡിലാണ് ഏതൊക്കെ മോഡ്യൂൾസിലാണ് എടുക്കേണ്ടത് എന്നുള്ളത് അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ എവിടെയെങ്കിലും വാലിഡ് ആയിട്ടുള്ള അവർ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ നമ്മൾ ആ ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ട്രെയിനിങ് ചെയ്യണം, നമ്മുടെ ആ ഒരു ക്വാളിഫിക്കേഷൻസ് മീറ്റ് ആവാൻ. ഓക്കെ, സപ്പോസ് അസസ്മെൻറ്റിന് ശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ UK-ലത്തെ ഒരു മിനിമം സ്റ്റാൻഡേർഡ്സ് ആയിട്ട് മീറ്റ് ചെയ്യുന്നതാണെങ്കിൽ, മിക്ക കേസിലും മീറ്റ് ചെയ്യുന്നതായിരിക്കും, അപൂർവം കേസുകളിൽ മാത്രമാണ് അവർ മീറ്റ് ചെയ്യാതിരിക്കുള്ളൂ, ഫർദർ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വരുള്ളൂ. അപ്പോൾ സപ്പോസ് നമ്മുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊക്കെ UK-ലത്തെ ഒരു മിനിമം സ്റ്റാൻഡേർഡായിട്ട് മീറ്റ് ചെയ്യുന്നു എന്ന് അസസ്മെൻറ്റിൽ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്രവേശിക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഇപ്പോൾ സപ്പോസ് അവർ നമ്മളെ ഒരു ഇൻ്റർവ്യൂവിന് നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ ആ ഒരു അസസ്മെൻറ്റ് ഇൻ്റർവ്യൂ അതിന് ഏകദേശം 200 pound ആണ് നമ്മൾ ഫീ ആയിട്ട് പേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇൻ്റർവ്യൂ സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എന്ത് ചെയ്യാം, പ്രവേശിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പേരാണ് സ്കീം ഫോർ രജിസ്ട്രേഷൻ. മനസ്സിലായോ? അത് കോളേജ് ഓഫ് ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറഞ്ഞ UK-ലത്തെ ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ട് ഈ നമ്മുടെ ഒപ്റ്റോമെട്രി ആയിട്ട് ബന്ധപ്പെട്ടത്. ആ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറഞ്ഞ ആ പ്രൊഫഷണൽ ബോഡിയിലാണ് നമ്മൾ ഈ സ്കീം ഓഫ് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ സ്കീം ഓഫ് രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫൈനൽ രജിസ്ട്രേഷന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് അവിടുത്തെ ഒപ്റ്റോമെട്രി കൗൺസിലിൽ നമുക്കൊരു ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ശേഷം നമുക്ക് ജോബും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് ഈസി ആയിട്ട് അവിടെ
ജോബിനൊക്കെ നമുക്ക് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി വിശദമായിട്ട് നമുക്ക് ഈ സ്കീം ഓഫ് രജിസ്ട്രേഷൻ, അതായത് ഫൈനൽ സ്റ്റെപ്പിന് മുമ്പുള്ളത് സ്കീം ഓഫ് രജിസ്ട്രേഷൻ എന്താണ് അതിൻ്റെ പ്രോസസ്സ് നോക്കാം. അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, അത് ടൈം കൺസ്യൂമിംഗ് ആണ്, അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്കീം ഓഫ് രജിസ്ട്രേഷൻ? ഞാൻ പറഞ്ഞു കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള UK-ലത്തെ ഒരു ഒപ്റ്റോമെട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബോർഡ് ഉണ്ട്. അവരാണ് ഈ സ്കീം ഓഫ് രജിസ്ട്രേഷൻ നമുക്ക് ചെയ്തു തരിക. മീൻസ് അവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഈ സ്കീം ഓഫ് രജിസ്ട്രേഷൻ നോൺ യൂറോപ്യൻ കാൻഡിഡേറ്റ്സിന് എങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ സ്കീം ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ശരിക്ക് നമ്മുടെ നോൺ യൂറോപ്യൻസ് ആയിട്ടുള്ള അപ്ലിക്കൻസിന് ഉള്ള ഒരു പ്രീ രജിസ്ട്രേഷൻ ട്രെയിനിങ് ആണ്. മനസ്സിലായോ? ഈ സ്കീം ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും അതൊരു കോഴ്സ് പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രീ രജിസ്ട്രേഷൻ എന്താണത്? ട്രെയിനിങ് ആണ്. എന്ന് പറഞ്ഞാൽ അതിൽ ഉണ്ടാവുക വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള അസസ്മെൻറ്റ്സ് ആണ്. നമുക്ക് പല വർക്കുകളും കാര്യങ്ങളും നമുക്ക് തരും. നമ്മൾ അസസ് ചെയ്യാനും എന്തുണ്ടാവും? ആൾക്കാർ ഉണ്ടായിരിക്കും. അപ്പോൾ വർക്ക് ബേസ്ഡ് അസസ്മെൻറ്റ്സ് ആണ് ഈ സ്കീം ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ട്രെയിനിങ്ങിൽ ചേർന്നിട്ട് നമുക്ക് ലഭിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് 2 സ്റ്റേജ് ആയിട്ടാണ് ഈ വർക്ക് ബേസ്ഡ് അസസ്മെൻറ്റ്സ് എന്ത് ചെയ്യുക, അവർ കണ്ടക്ട് ചെയ്യുക. മീൻസ് ആ ഒരു പ്രോഗ്രാമിന് 2 സ്റ്റേജ് ഉണ്ട്, സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 എന്ന് പറയുന്നത്. ഈ 2 സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം അവരൊരു ഫൈനൽ അസസ്മെൻറ്റ് എക്സാം നടത്തും. എന്ന് പറഞ്ഞാൽ ഒരു OSCE എക്സാം, അതായത് ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ 2 സ്റ്റേജുകളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനലായിട്ട് അവരൊരു OSCE എക്സാം കണ്ടക്ട് ചെയ്യും, ഒരു ഫൈനൽ അസസ്മെൻറ്റ് എക്സാം. ആ എക്സാം നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ സ്കീം ഓഫ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് ഫൈനൽ രജിസ്ട്രേഷന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഫൈനലായിട്ട് നടത്തുന്ന OSCE എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനീസിനെ GOC കോമ്പിറ്റൻസ് എലമെൻറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അസസ് ചെയ്യാണ്. അപ്പോൾ അതൊരു ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിൻ്റെ ഫോമാറ്റിലാണ് നടത്തുക. അതിലൊരു സീരീസ് ഓഫ് 5 മിനിറ്റ് വീതമുള്ള ഒരു സീരീസ് ഓഫ് എന്തുണ്ടാവും? സ്റ്റേഷൻസ് ഉണ്ടാവും. ആ ഓരോ സ്റ്റേഷൻസിലും നമ്മൾ എന്ത് ചെയ്യും? ആ എക്സാമിൻ്റെ സമയത്ത് എന്ത് ചെയ്യും? അസസ് ചെയ്യും. അപ്പോൾ ഈ എക്സാം നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ, OSCE പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ GOC ജനറൽ ഒപ്റ്റിക്കൽ കൗൺസിലിൽ ഒരു രജിസ്റ്റേർഡ് ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻറോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ സ്കീം ഓഫ് രജിസ്ട്രേഷൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു ഈ സ്കീം ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോലെയാണ്. ഇതിൻ്റെ ടോട്ടൽ ഫീ എന്ന് പറയുന്നത് ഏകദേശം ഒരു 3740 പൗണ്ട്സ് ആണ് ഏകദേശം വരിക. എന്ന് പറഞ്ഞാൽ ഒരു അറൗണ്ട് 3 lakhs ഒക്കെ വരും. പക്ഷെ നമുക്കത് 2-3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, പേ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. മനസ്സിലായോ? ഒപ്പം തന്നെ നമ്മൾ ഈ സ്കീം ഓഫ് രജിസ്ട്രേഷൻ ആദ്യം ഞാൻ പറഞ്ഞു കോളേജ് ഓഫ് ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറഞ്ഞ ആ ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ നമുക്ക് എൻറോൾമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം വിത്തിൻ 2 years and 3 months ഉള്ളിലാണ് നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം എന്ത് ചെയ്യേണ്ടത്? കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ആ വൺസ് ആ പ്രോഗ്രാമിൽ എൻറോൾമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മാക്സിമം 2 കൊല്ലവും 3 മാസവും അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മാക്സിമം 2 കൊല്ലവും 3 മാസവും അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ത് ചെയ്യേണ്ടത്? കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോഴേ പലപ്പോഴും നല്ലൊരു ആവറേജ് ഒരു എബിലിറ്റി ഉള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനി സ്റ്റുഡൻ്റ് ആണെങ്കിൽ 12 months എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 year കൊണ്ട് തന്നെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് എക്സാം പാസ്സാവാൻ സാധിക്കാറുണ്ട്. അത് നമ്മളെങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ OSCE എക്സാമിന് അപ്ലൈ ചെയ്ത് OSCE എക്സാം എഴുതി എന്ത് ചെയ്യണം? പാസ്സാവണം. അതിലൊരു എന്താ പറയുക, അതൊരു സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തിയററ്റിക്കൽ ആസ് വെൽ ആസ് പ്രാക്ടിക്കൽ നോളജ് ശരിക്കുള്ള ഒരു ക്ലിനിക്കൽ സെറ്റിങ്സിൽ ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നേഴ്സസിനൊക്കെ ഉള്ള OSCE പോലെ തന്നെ
അപ്പോൾ ഇത് ലണ്ടനിലാണ് ഈ ഓസ്കി എക്സാം അവർ സാധാരണ നടത്താറുള്ളത്. അതൊരു കൊല്ലം 4 പ്രാവശ്യം സാധാരണ നടത്താറുണ്ട്. അപ്പോൾ ആ എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഓസ്കി എക്സാമും കൂടി സക്സസ്ഫുൾ ആയിട്ട് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു രജിസ്റ്റേർഡ് ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് നമുക്ക് എൻറോൾമെന്റ് കിട്ടുന്നതാണ്. അപ്പോൾ പിന്നെ ഇതിന് വേണ്ട ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം, സ്കീം ഓഫ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അവിടെ പോയിട്ട് ആ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യണം. അതിന് മുമ്പുള്ള സ്റ്റെപ്പുകൾ നോർമലി ഒരു 5 to 6 months ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാറുണ്ട്. പിന്നെ ചിലവർക്ക് വല്ല ഡോക്യുമെന്റ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഒരു സ്വല്പം കൂടി സമയം എടുക്കുന്നു മാത്രം. എന്തായാലും മാക്സിമം ഒരു 6 to 8 months ഉള്ളിൽ നമുക്ക് ഈ സ്കീം ഓഫ് രജിസ്ട്രേഷന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും നോർമലി ചെയ്ത് തീർക്കാൻ പറ്റാറുണ്ട്. പിന്നെ നമ്മൾ ആ ഫീസുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പേ ചെയ്യണം. അതേപോലെ അവർ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫോർമേഷനൊക്കെ മെയിൽ ത്രൂ ഒക്കെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെയൊക്കെ റിപ്ലൈ കറക്റ്റ് സമയങ്ങളിൽ നമ്മൾ അവർക്ക് ഇൻഫോം ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് വലിയ കുഴപ്പങ്ങളില്ലാണ്ട് നടന്നുകൊള്ളും. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ സ്റ്റെപ്പുകൾ കുറച്ചുണ്ടെങ്കിലും കുറേ അധികം പൈസ ചിലവൊന്നും നമുക്ക് വരുന്നില്ല. എല്ലാ ചിലവും കൂടി എനിക്ക് തോന്നുന്നു ഒരു 4 lakhs അടുത്തൊക്കെയാണ് എല്ലാ ചിലവും കൂടി വരുന്നുള്ളൂ. പിന്നെ എക്സ്ട്രാ ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ പ്രോസസിങ് അങ്ങനത്തെ എന്തെങ്കിലും ചാർജും കൂടിയും എക്സ്ട്രാ വരികയായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഞാൻ ചുരുക്കി പറയാം. ആദ്യം നമ്മൾ IELTS അക്കാഡമിക് എഴുതി പാസ്സാവണം. ഓവറോൾ ബാൻഡ് 7, സ്പീക്കിങ്ങിൽ 7. ഓൾസോ ബാക്കിയുള്ള മോഡ്യൂളുകളിൽ 6 കുറയരുത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രൂട്ടിനി ഫീ അടിച്ചിട്ട് നമ്മൾ ഇനീഷ്യലായിട്ട് അപ്ലൈ ചെയ്യണം GOCയിൽ. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ അസസ് ചെയ്യും. ചിലപ്പോൾ ഇൻ്റർവ്യൂവിനും അവർ നമ്മളെ വിളിക്കും. അതിനുശേഷം നമ്മുടെ സ്റ്റാൻഡേർഡ് UK നോർമൽ സ്റ്റാൻഡേർഡായിട്ട് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നാട്ടിൽ തന്നെ എന്തെങ്കിലും അഡീഷണൽ ട്രെയിനിങ് പ്രോഗ്രാം അവർ പറയും. എത്ര മാസത്തെ ഏതൊക്കെ മോഡ്യൂൾസ് ആണ് ആ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ചെയ്യേണ്ടി വരും അവർ പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡുള്ള സ്ഥലങ്ങളിൽ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്കീം ഓഫ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം. അതിൻ്റെ എൻറോൾമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ UK പോയിട്ട് സ്കീം ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം. അത് നമ്മൾ മാക്സിമം 2 year 3 months അത് ഫിനിഷ് ചെയ്യണം. പക്ഷേ പലപ്പോഴും നമ്മൾ നന്നായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ 1 year കൊണ്ട് തന്നെ അത് ഫിനിഷ് ചെയ്യാൻ നമുക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഒപ്റ്റോമെട്രി രജിസ്റ്ററിൽ നമുക്ക് ഫൈനലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എൻറോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇപ്പോൾ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ തന്നെയോ പല രീതിയിലൊക്കെ നമുക്ക് ഇൻ്റർവ്യൂസിലൊക്കെ പങ്കെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ജോബ് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ UK നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ധാരാളം ഷോർട്ടേജുകളുള്ള കാരണം കൊണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു നോൺ യൂറോപ്യൻസിനും ഇന്ത്യൻസിനും ഒക്കെ അവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് പ്രസൻ്റ്ലി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സോ കൂടുതൽ ഒപ്റ്റോമെട്രിസ്റ്റുകൾക്ക് വരും കാലങ്ങളിൽ UK മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകാനും വർക്ക് ചെയ്യാനും സെറ്റിൽ ചെയ്യാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ഗുഡ് ലക്ക്. മേ ഗോഡ് ബ്ലെസ് ഓൾ.